ഡിസംബർ 21 വരെയും പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല, അതിന് മുന്നേ തന്നെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ ലാസ്റ്റാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞത്. അപ്പം ഞാനൊരു ദിവസം എല്ലാ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ഞാൻ ലൈവ് കാണുമായിരുന്നു. ആ ലൈവിൽ ഒരു ദിവസം ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ആ ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ ആ ചേച്ചിക്ക് ഡിസംബർ ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ടൊരു കുഞ്ഞിനെ നൽകിയിരുന്നു. ഞാനും അന്ന് തൊട്ട് ആ ഉടമ്പടി കണ്ടപ്പോൾ ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഡിസംബറിൽ ഡേറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡേറ്റ് മാറ്റി കിട്ടിയപ്പോൾ എനിക്ക് അതിലേറെ സങ്കടവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് തന്നെ പിന്നെയും പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി തലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് എനിക്ക് ഡിസംബറിലോട്ട് തന്നെ ആക്കി കിട്ടണേ, എൻ്റെ കുഞ്ഞുങ്ങളെ NICയിലൊന്നും കിടത്താനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം ഞങ്ങൾ അങ്ങനെ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ആ ഡോക്ടറിനാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല, ആൾ അറബിയാണ്, നമ്മുടെ കൃപാസനത്തെ പറ്റിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പുള്ളിക്കാരൻ അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് അതിലേതെങ്കിലും ഒരു ഡേറ്റ് ഞങ്ങളോട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഡോക്ടർ തന്നെ ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് തന്നാൽ മതി, ഡോക്ടറിൻ്റെ സൗകര്യത്തിനനുസരിച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്ന ഡേറ്റ് ഡിസംബർ 7 അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അന്ന് അതും തന്നെ മതി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമല്ലേ, അത് തന്നെ മതി എന്ന് പറഞ്ഞോളൂ. കാരണം മാതാവിനോട് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞുങ്ങളായതുകൊണ്ട്.